ഒരു ഡിസംബർ 2-നാണ് അമ്മ വിട്ടുപോകുന്നത് അല്ലേ. അപ്പോൾ ആദ്യം സ്റ്റാർ സിംഗറിലേക്ക് സെലക്ട് ആയി എന്ന് കേട്ടപ്പോൾ ആദ്യത്തെ ഗോൾഡൻ സ്റ്റാർ കിട്ടുമ്പോൾ ഒന്ന് പുറകിലോ ഒന്ന് വൾണറബിളായി പോകുന്ന മൊമെൻറ്റിൽ അപ്പോഴൊക്കെ അമ്മ മാത്രമല്ല അച്ഛൻ എങ്ങനെയാണ് അവരിപ്പോൾ മിസ് ചെയ്യുന്നത്? അമ്മയും അച്ഛനും കൂടെ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും അവർ, ഞാൻ പറഞ്ഞല്ലോ, അതിന് ശേഷമുള്ള എൻ്റെ ജേർണി എന്ന് പറയുന്നത് അമ്മ മരിച്ചതിന് ശേഷമാണെങ്കിലും ഞാൻ 2 റിയാലിറ്റി ഷോസ് ചെയ്തു, വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. അതിനുശേഷം നല്ലൊരു ലൈഫ് പാർട്ട്ണർ വന്നു, സ്കൂളിൽ എനിക്കിങ്ങനെ നല്ലൊരു സ്കൂളിൽ ജോലിയായി. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ ഉയർച്ചകളിലെല്ലാം ഈ അമ്മ ഒപ്പം ഉണ്ടെന്നുള്ളത് ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ഷോയിൽ അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ബാക്കി എല്ലാ കുട്ടികളും അവിടുത്തെ ചെയറിൽ അമ്മയെ ഇരുത്തിയിട്ട് അവർ നോക്കി പാടുന്ന സമയത്ത് എനിക്കങ്ങനെ പാടാൻ ആരുമില്ല. അപ്പം ഞാൻ വെറുതെ എംപ്റ്റി ചെയർ നോക്കിയിട്ട് ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു ആ പാട്ട്. അപ്പോൾ അതിൽ കമൻസായിട്ട് ദീപക് ദേവ് സാർ പറഞ്ഞൊരു ഇതുണ്ട്, അതായത് ഇറ്റ്സ് എ റിയാലിറ്റി, പക്ഷേ ദീപുവിൻ്റെ അമ്മ ആ ചെയറിലില്ലെങ്കിലും മറ്റാർക്കും കാണാൻ പറ്റാത്തൊരു സ്ഥലത്ത്, അതായത് ദീപുവിൻ്റെ അടുത്ത് ദീപുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു മൊമെൻറ്റ്. സോ അതുപോലത്തെ ഒത്തിരി മൊമെൻറ്റ്സ് എനിക്ക് സ്റ്റാർ സിംഗറിലും കിട്ടി. ഞാൻ ഓരോ പാട്ട് പാടുന്നതിന് മുന്നേയും ഞാൻ അവിടെ ഇരുന്നിട്ട് ആദ്യം അച്ഛനമ്മയൊന്ന് ചിന്തിച്ചിട്ടാണ് പോകുന്നത്. ഗോൾഡൻ സ്റ്റാർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, വാട്ടവർ സ്ട്രഗിൾ ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും എപ്പോഴും ഇവരെൻ്റെ ലൈഫിൽ ഇപ്പോഴും ഉണ്ട്. ദീപു ബാല്യത്തിൽ അമ്മയോടൊപ്പം നടന്ന വഴികൾ, അമ്മയാണ് ഏറ്റവും ആഗ്രഹിച്ചത് ദീപു ഒരു സിംഗർ ആവണം എന്നുള്ളത്. അമ്മയെക്കുറിച്ചുള്ള ചെറുതിലേ മുതലുള്ള ഓർമ്മകൾ, അമ്മയുടെ സ്വപ്നങ്ങൾ ദീപുവിനെ കുറിച്ച് ഒന്ന് പറയാമോ? എന്തായിരുന്നു ദീപുവിന് അമ്മ എന്നുള്ളൊരു അമ്മ ഒരു റോൾ മോഡലാണ് എനിക്ക്. എന്ന് വെച്ചാൽ അമ്മേൻ്റെ ഒരു സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തെങ്കിലും അംഗവൈകല്യമുള്ള ഒരാളെ കല്യാണം കഴിക്കണം എന്നുപോലും ചിന്തിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛൻ ആക്ച്വലി ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളാണ്, കാലിങ്ങനെ ക്രോസ് ആയിട്ടാണ് അച്ഛൻ നടക്കണേ. അപ്പോൾ ആ അച്ഛനെ മാമിയുടെ മോളായിട്ടുള്ള അമ്മ വിവാഹം കഴിച്ചതാണ്. ആരും അങ്ങനെ കല്യാണം കഴിക്കാനൊന്നും ഇല്ലാതെ വന്നപ്പോൾ അച്ഛനെ അങ്ങനൊരു ത്യാഗം എന്നല്ല, അമ്മയ്ക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്തതാണ്. അങ്ങനെ ചെയ്ത ഒരാളാണ് എൻ്റെ അമ്മ. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. എനിക്കും ജീവിതത്തിൽ അങ്ങനെ ജീവിക്കണം, അല്ലാതെ വെറുതെ ജീവിച്ച് സമ്പത്ത് എന്നുള്ള കാര്യം മാത്രം അങ്ങനെ നോക്കിപ്പോയിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം എൻ്റെ വൈഫിനാണെങ്കിലും വൈഫിൻ്റെ ഫാമിലി ആണെങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കേ ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാൽ അവരുടെ ബുദ്ധിമുട്ടുകളും കൂടെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ചെയ്തൊരു സെയിം അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കണേ. പക്ഷേ അവിടെ സ്നേഹവും സമാധാനവും ഒക്കെ ഉണ്ടാവും. എന്നാലും അമ്മ എൻ്റെ റോൾ മോഡലാണ്. ചെറുതിലേ മുതലേ എന്നെ എന്ത് കാര്യത്തിലാണെങ്കിലും പാട്ടിനാണെങ്കിലും ഒക്കെ അമ്മയാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മേൻ്റെ ഓർമ്മകൾ ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ അച്ഛനെ എതിർത്തിട്ടില്ല. അമ്മ മരിച്ചതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് അച്ഛൻ വേറെ ലെവൽ മനുഷ്യനായിരുന്നുള്ളത്. അതുവരെ അമ്മ 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 എന്ന് മാത്രമേ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെയാണ് അച്ഛൻ്റെ ഒരു സ്ട്രഗിളും അച്ഛൻ്റെ സ്നേഹമൊക്കെ മനസ്സിലാക്കിയത്. അച്ഛൻ മരിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായത്. അതായത് ഈവൻ ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളൊന്ന് വിളിക്കും, മക്കളെ എവിടെ എത്തിയോ നീ, അല്ലെങ്കിൽ നീ കഴിച്ചോ. അപ്പോൾ നമുക്ക് തോന്നും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ചില സമയത്തൊക്കെ. അച്ഛൻ ഞാൻ കഴിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തി, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അച്ഛനാണ് ശരിക്കും. അതല്ലേ പ്രോഗ്രാമിന് പോകുമ്പോഴാണെങ്കിൽ ഞാൻ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛാ ഞാൻ പ്രോഗ്രാമിന് പോവാണ്, അപ്പോൾ ഒറ്റ കാര്യം ചോദിക്കോളൂ, മക്കളെ പൈസ എന്തെങ്കിലും കിട്ടുമോ, ഇങ്ങനെ. അതായത് ഞാൻ വളരെ സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് അച്ഛൻ. അച്ഛൻ്റെ പക്ഷേ റിയാലിറ്റി ഷോ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റി, ഞാൻ നന്നായിട്ട് പാടുന്നതൊക്കെ കാണാൻ പറ്റി, എൻ്റെ മോനെ കാണാൻ പറ്റി. അച്ഛൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇതായിരുന്നു. പിന്നെ അവസാന നിമിഷം പോലും ഇപ്പോൾ അച്ഛൻ മെഡിക്കൽ കോളേജ് വെന്റിലേറ്റർ ആയിരുന്ന സമയത്ത് പോലും ഒത്തിരി കാശാവുന്നു എൻ്റെ കയ്യിൽ നിന്ന് മനസ്സിലായപ്പോൾ പിന്നെ ജീവിതത്തിലോട്ട് തിരിച്ച് വരണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ പോയ മനുഷ്യനാണ്. കാര്യം എനിക്കിനി അധികം ഒരുപാട് ബാധ്യതകളാകുമോ ചിലവാകുമോ എന്നൊക്കെ വെച്ചിട്ടാണ് അച്ഛൻ ശരിക്കും ഒരു റെസ്പോണ്ട് പോലും ചെയ്തില്ല. കാര്യം ഞങ്ങളുടെ ഒത്തിരി പാരൻസ് അവിടെ ഡോക്ടേഴ്സായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ. പക്ഷെ അച്ഛൻ തിരിച്ച് വരണ്ട വേണ്ട ഇനി അങ്ങ് പോയേക്കാം, ആ ഒരു ഇതായിരുന്നു. അത്ര സ്നേഹമാണ് അച്ഛന്. അത് അമ്മ മരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ വേറെ. ചിലപ്പോൾ ദീപുവിന് ഇൻറ്റൻസായിട്ട് അടുത്തൊരു തലമുറയോട് പറയാൻ പറ്റുന്നൊരു കാര്യം ഉണ്ടായിരിക്കും. അത് ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, ഈ പാരൻസ് വിളിക്കുമ്പോൾ നമ്മൾ അമ്മയല്ലേ പിന്നെ ആവട്ടെ എന്ന് വെച്ച് ഫോൺ മാറ്റി വെക്കും, അല്ലെ ഇന്ന് പോവാം, ഇന്നിന് മഴയല്ലേ അടുത്ത ആഴ്ച പോവാം, അങ്ങനെ മാറ്റി വെച്ച് പോകും. പിന്നെ ഒരു നിമിഷം അവരില്ലാതാവുമ്പോഴാണ് നമുക്ക് ആ സമയം ഒന്ന് തിരിച്ച് കിട്ടിയെങ്കിലെന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു അല്ല, കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനുണ്ടെന്നുള്ള ഒരു ചിന്തയായിപ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ ഇങ്ങനെ വിളിക്കും, എന്നിട്ട് മോനെ നീ അവിടെ എത്തുമ്പോൾ ആഹാരം കഴിച്ചിട്ട് അച്ഛൻ കഴിക്കുകയുള്ളൂ. ചിലപ്പം ബാലിശമായിട്ട് തോന്നാം നമുക്ക്, പക്ഷേ ആ അച്ഛൻ്റെ കാര്യം അമ്മയില്ലാത്തൊരു അവൻ എവിടെയെങ്കിലും പോയിരിക്കുകയാണ്, അവനെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന്. ശല്യമാണെങ്കിലും ആയിക്കോട്ടെ, ഞാൻ വഴക്ക് പറഞ്ഞാലും അച്ഛന് പ്രശ്നമല്ല, അച്ഛൻ പിന്നെയും വിളിക്കും. അങ്ങനെ അതൊക്കെ വല്ലാതെ മിസ് ചെയ്യും.
ഒന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന് തോന്നും നമുക്ക് ഇടയ്ക്ക്. ആ നമ്പർ ഇപ്പോഴും ഞാൻ അങ്ങനെ സേവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വിളിക്കും, പക്ഷേ പിന്നീട് ഉണ്ടാവില്ല. സോ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം പലപ്പോഴും ശല്യമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും അവരുടെ സ്നേഹത്തിൻ്റെ അങ്ങ് അറ്റത്തുള്ള ഒരു സംഭവമാണ്. അത് തിരിച്ച് കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും അവരുള്ള സമയത്ത് മാക്സിമം അവരുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുക, അവരെ സന്തോഷിപ്പിച്ച് ജീവിക്കുക. ഓക്കെ, നമുക്ക് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ട് കൂടി പാടി നിർത്താം. ഞാൻ അച്ഛന് വേണ്ടിയിട്ടൊരു പാട്ട് പാടാം. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാടു നോവുകൾക്കിടയിലും പുഞ്ചിരി ചിറകുവിടർത്തുമെന്നച്ഛൻ. പുഞ്ചിരി ചിറകുവിടർത്തുമെന്നച്ഛൻ. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഇനി നമുക്ക് ഒരു പ്രണയകഥയും കൂടി കേട്ട് നിർത്താം. ഗായത്രി എങ്ങനെയാണ് ജീവിതത്തിലേക്ക് വരുന്നത്? അതൊരു ചെറിയ കഥയല്ല, വലിയ കഥയാണ്. പക്ഷെ അത് ഗായത്രി, ഷി വാസ് മൈ സ്റ്റുഡൻറ്റ്. പക്ഷെ പ്രണയമൊന്നുമില്ലായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ത്യാഗം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയണേ. അവർക്ക് ഒത്തിരി കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. നല്ലൊരു കുടുംബമാണ്, പക്ഷേ ഒത്തിരി കഷ്ടപ്പാടുകൾ. അപ്പോൾ അത് അങ്ങനെ സർവൈവ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അച്ഛനോട് അങ്ങനെ സംസാരിച്ചിട്ട്, എൻ്റെ അച്ഛനോട് സംസാരിച്ചിട്ട്, അച്ഛാ ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിക്കട്ടെ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒത്തിരി സ്നേഹപൂർവ്വമുള്ള എതിർപ്പുകൾ, അതായത് ഇങ്ങനെ ഓരോ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന രീതിയിൽ അങ്ങനെ കുറേ എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോളൂ, കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ കഴിക്കാം, അല്ലെങ്കിൽ കഴിക്കുന്നില്ലെന്ന്. എനിക്ക് ശരിക്കും പറയാം, അപ്പോഴും പ്രണയമില്ലായിരുന്നു. ഗായത്രിക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ലായിരുന്നു. പിന്നീടായിരുന്നു പോയി ആലോചിക്കുകയും അങ്ങനെ കല്യാണം കഴിക്കുകയും ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ വളരെ, അതിനുശേഷം ഭയങ്കര പ്രണയമാണ് അതിപ്പോഴും. ദീപു ഇപ്പോൾ ഒരു അധ്യാപകനാണ്, സ്റ്റാർ സിംഗറിലെ കണ്ടസ്റ്റൻ്റാണ്. ഇനി ഒരുപാട് യാത്ര മുന്നോട്ടുണ്ട്. ഒരു 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് ദീപുവിനെ എവിടെ പ്ലേസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഒരു സ്വപ്നം എന്താണ്? ഞാൻ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ എന്നുള്ളൊരു സംഭവമാണ് എൻ്റെ മനസ്സിലുള്ളത്. പ്ലേ ബാക്കിനൊക്കെ ഇപ്പോൾ എത്ര സ്കോപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കത്ര കാര്യം 1-2 പാട്ടൊക്കെ പാടാം എന്നുള്ളതല്ലാതെ ഒത്തിരി പാട്ടുകാരുണ്ട്. ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് ഇപ്പോൾ ആർക്കും പാടാം എന്നുള്ളൊരു അവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഇപ്പോൾ നമ്മുടെ സിത്തുമണിയെ പോലെ അല്ലെങ്കിൽ വിധുചേട്ടനെ പോലെ അങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കണത്. അവരുടെ ആ ലെവലെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതുപോലൊരു ആർട്ടിസ്റ്റായിട്ട് അറിയപ്പെടണം. അപ്പോൾ എനിക്ക് ടീച്ചിങ് ഇത് എങ്ങനെയാണ് ഒരുമിച്ചെന്ന് അറിയില്ല. സ്റ്റിൽ ഐ ലൈക്ക് ടീച്ചിങ്. എന്നാലും അതാണ് എൻ്റെ ആഗ്രഹം. അതെ, എന്നുവെച്ചാൽ മറ്റൊന്നുമല്ല, ചില സമയത്തൊക്കെ നമുക്ക് തോന്നും ടീച്ചേഴ്സിന് കിട്ടുന്നതിനേക്കാൾ റെസ്പെക്റ്റ് എന്തോ മ്യൂസീഷ്യൻസിന് കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ. നമ്മൾ ഈ ഫെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫെസ്റ്റാണ് ലാ ഫെസ്റ്റ്. അപ്പോൾ ലാ ഫെസ്റ്റിനൊക്കെ നമ്മളിപ്പോൾ പെർഫോമൻസ് ഒക്കെ വയ്ക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ, ഇപ്പം എൻ്റെ സമപ്രായക്കാരായിട്ടുള്ളവർ, എൻ്റെ കൂടെ പാടി നടന്നിട്ടുള്ളവർ, അവരൊക്കെ ഇങ്ങനെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ ഈ കുട്ടികൾ അവരോട് കാണിക്കുന്ന ഈ ആരാധനയൊക്കെ കാണുമ്പോൾ ഒരു സമയത്ത് ദാറ്റ് പോയിന്റ് ചിലപ്പോൾ എനിക്കിങ്ങനെ ചിന്തിക്കാൻ തോന്നും, പെർഫോമറായിട്ട് ഇവരുടെ മുമ്പ് പോയി ഷൈൻ ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു ചിന്തകളിൽ നിന്നാണ് ശരിക്കും ഇത് വന്നത് ശരിക്കും. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് എനിക്കറിയില്ല, ബട്ട് ഐ ലൈക്ക്, എനിക്കൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യനായിട്ട് നിൽക്കാൻ വളരെ ആഗ്രഹമുണ്ട്.